അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സിറ്റിയിലെ പുതിയൊരു ബാങ്ക് വന്നിട്ടുണ്ട് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ഈ ബാങ്കിൻ്റെ ഉള്ളിൽ കുറേ കാശിനെന്നൊക്കെ കേൾക്കണേ. അപ്പോൾ പറ്റണമെങ്കിൽ നമുക്കിതൊന്ന് അടിച്ചു മാറ്റും ചെയ്യാം കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് ചുറ്റി കാണാം. എല്ലാത്തിനും ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു വയ്ക്കണമല്ലോ നമുക്ക്. എന്തായാലും മുൻകരുതൽ വേണ്ടേ നമുക്ക് എല്ലാത്തിനും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മച്ചാന്മാരെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാട്ടോ മച്ചാന്മാരെ. ഇവിടെ ആരുമില്ല. നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. ഇതോടെ നമ്മൾ കയറി വന്നേ. ഇതോടെ തന്നെയാണോ അതോ ആക്കൊന്നും ഓർമ്മയില്ല. ഇതൊന്നും സംഭവം ഇതിന് കാര്യമൊന്നും കൊണ്ടില്ലേ. നമുക്കിതോടെ ഇറങ്ങി പോകാട്ടോ. നമുക്ക് വണ്ടിക്ക് പോവാം. നമുക്ക് എന്നിട്ട് രാത്രി വരാട്ടോ മച്ചാന്മാരെ കൊള്ളടിക്കാൻ. അപ്പോൾ നമുക്ക് വണ്ടി കയറിട്ടോ മച്ചാന്മാരെ. നമുക്ക് ബാക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് എടുത്തിട്ട് നമ്മൾ രാത്രി വരും. എന്നിട്ട് നമ്മൾ ആരും കാണാതെ കൊള്ളടിക്കട്ടോ മച്ചാന്മാരെ. അപ്പോൾ മച്ചാന്മാരെ, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ മാസ്കും ബാഗൊക്കെ എടുത്തിട്ട് വന്നേക്കണേ. അത് കാരണം കൊണ്ട് ആരും കാണില്ല എന്ന് തോന്നണേ. ഇവിടെ വണ്ടിയൊന്നും കാണില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ. ഇതേത് അതേതാ വണ്ടി? ഫെറാറിയാണോ? നമുക്കൊന്ന് പൊക്കിയാലോ? ഒരു കിളവനാണോ? അല്ലല്ല, അതൊരു പ്രായമാവാത്തൊരാൾ തന്നെയാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയേക്കാം വണ്ടി കിട്ടും. ഗായ്സ്, അത് ഫെറാറി അല്ല എന്നാണ് തോന്നണം. വേറെ എന്തോ കാറായിട്ട് തോന്നണം. ദൂരം നിന്ന് നോക്കുമ്പോൾ വേറെയും എടുത്ത് നോക്കുമ്പോൾ വേറെയായിട്ട് തോന്നണം. എന്താ ചെയ്യണേ ചേട്ടാ? എനിക്ക് ഈ കാറിന്ന് വേണമായിരുന്നു. പോടാ സ്ഥലം കാലിക്കറ. എന്താ ചേട്ടാ മൊടിയാണോ? ഇറങ്ങിവിടുന്ന്. അല്ല പിന്നെ എന്താ നീ ചെയ്യണേ? എൻ്റെ കാർ തൊട നീ. അയ്യല്ല പൊന്നെ. ഓ, ഇവർക്കൊക്കെ ഒന്ന് കണ്ണ് കാണാല്ലേ? മര്യാദക്കൊക്കെ കുടിച്ചൂടെ? അല്ല പിന്നെ മനുഷ്യന്മാർക്കൂടെ നേരില്ലാത്ത സമയത്താണ് അവന്മാരുടെ കളി. അപ്പം മച്ചന്മാരെ, നമ്മളിവിടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാങ്കിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്തി. നമുക്ക് സൈഡിലായിട്ടൊന്ന് പാർക്ക് ചെയ്യാം. അതായത് ഏകദേശം ഇവിടെ ആയിട്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടെ കയറാം. സ്റ്റെപ്പ് കൂടെ കയറണ്ട, ഇതുകൂടെ കയറാം. മച്ചന്മാരെ, നമ്മൾ കയറിയിട്ടുണ്ട്. ആരും കാണില്ല എന്ന് തോന്നണം. ചടാം. പണ്ടത്തെ പോലെ ഒന്നും കയറാൻ പറ്റില്ല മച്ചന്മാരെ. നടുവൊക്കെ വേനിക്കുക. ഞാനിപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ ചെയ്യുക? വയസ്സായി വരല്ലേ. ഷുഗറൊക്കെ ഉണ്ട് എനിക്ക്. നിങ്ങൾക്കൊന്നും അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മച്ചന്മാരെ, ഇവിടെ ആരും കാണാനില്ലല്ലോ. സെക്യൂരിറ്റി ഒക്കെ സെക്യൂരിറ്റി ബൈയൊക്കെ എവിടെയാ? രാവിലെ വെക്കുമ്പോൾ കണ്ടില്ല. എന്തായാലും രാത്രി വരേണ്ടതാണല്ലോ സെക്യൂരിറ്റി ബൈ. ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ സെക്യൂരിറ്റി ബൈ. അവിടെ ഉണ്ടല്ലോ. ഹലോ മച്ചാ, ഇപ്പോൾ വരാം. അവിടേക്ക് നമുക്ക് മെല്ലെ പോവാം. ഹായ് ചേട്ടാ. എന്തോ? ഒന്നുമില്ല ചേട്ടാ, ഞാനേ ഒന്ന് ഇടിക്കാൻ വന്നതാ. എന്തോ വാ ചേട്ടാ, എന്നെ പിടിക്കില്ലല്ലേ. എന്തോ ഇടിക്കട്ടെ ഞാൻ. ചേട്ടനെ പിടിക്കറാ. ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്ക് ചേട്ടാ. ഒരു പുലിക്ക് പോലെ എന്നെ പിടിക്കാൻ പറ്റില്ല. ഞാനാണ് സിംഗവും. ഓടാർന്ന്. ഓ പുഷ് ചേട്ടൻ പിടിച്ചോ. ഡൂം അവിടെ എടുക്ക്. അല്ല പിന്നെ എൻ്റെ അടുത്താ കളി. അപ്പോൾ മച്ചന്മാർ, നമ്മൾ സെക്യൂരിറ്റിനെ കൊന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാങ്ക് കൊള്ളടിക്കണം എന്നൊരു വലിയ പണിയുണ്ട്. ഉള്ളിലൊക്കെ CCTV ക്യാമറ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പബ്ലിക്കാൻ വെച്ചിട്ട് നമ്മൾ ആരാ മക്കള്. അപ്പോൾ നമുക്ക് പോവാം മച്ചന്മാരെ. അപ്പം നമ്മൾ നൈസായിട്ട് മോഷ്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ. നമുക്കിനി അടുത്ത വണ്ടിക്ക് വേണ്ടി കാത്തിക്കാട്ടോ. ഈ ചേട്ടന്മാരി കണ്ടോ നമ്മൾ കൊള്ളടിച്ചത്? കണ്ടു എന്ന് തോന്നാം. ഇവനെ വെടി വയ്ക്കാം. പോലീസിൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നുന്നു. പറയേ നീ ചത്തു. ആ ബൈക്കാരനും കണ്ടു എന്ന് എനിക്ക് തോന്നണേ. അയാളെയും കൂടി കൊല്ലാം. അയാളെ കൂടിയും കുറവ് വേണ്ട. നമുക്ക് അയാളെ സൂം ചെയ്തിട്ട് ചവറ. ഇതെന്ത് ഉന്നം തെറ്റാണല്ലോ. ഇങ്ങനെ ഉന്നം തെറ്റാറില്ലല്ലോ എനിക്ക്. ചവറ. ചാടി ചത്തു. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് വേറെ വണ്ടി നോക്കണ. നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോയാൽ പോരെ? അതായിരിക്കും നല്ലത്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോവാം. ഇനി നമ്മൾ വേറെ വണ്ടി മോഷ്ടിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇന്നത്തേക്ക് ഇത്ര മോഷണമൊക്കെ മതി. ഇനി മോഷ്ടിച്ചേക്ക് വയ്യണ്ടാവും. മച്ചാന്മാർ, ഇതാ കിടക്കുന്നുണ്ടോ നമ്മുടെ ഏതാ വണ്ടി? ഞാൻ വീണ്ടും മറന്നു. ഏതൊക്കെ ഒരു വണ്ടി വെച്ചിട്ടൊക്കെ എന്തൊരു സ്റ്റാർട്ട് ചെയ്യണം ഓർമ്മയില്ല.
കർത്താവ് പോലീസ് എത്തി. അച്ഛോ പെട്ടു. എന്താ പോലീസ് എന്നെ വെടിവെക്കാൻ നോക്ക നീ. പിടിക്കറ ചോറ. ആ ചത്തു ഭയ്യ. നമുക്ക് പെട്ടെന്ന് വണ്ടി കയറട്ടോ മച്ചന്മാരെ. അപ്പുറത്തായിരുന്നു തുറക്കണ സ്ഥലം. ഞാനിവിടെ പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഡിഫൻഡറായിരുന്നു നല്ലത്. പെട്ടെന്ന് തുറന്നിട്ട് കയറാം. പക്ഷെ സ്പീഡുള്ളത് പിന്നെ ഇതിനാണേ. അപ്പം നമുക്ക് കത്തിക്കട്ടോ മച്ചന്മാരെ. മുന്നിലൊന്നും നിൽക്കാനായിട്ട് പെണ്ണുമ്പോൾ അപ്പുറത്തെ പറമ്പിലൊക്കെ തെറിക്കും. ഭാഗ്യം കാരണം ഒന്ന് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചത്ത് കിടക്കേണ്ടത്. ഇഷ്യൂ ഇവിടുന്നും പോലീസ്, അവിടുന്നും പോലീസ്. എന്തത് പോലീസിൻ്റെ സംസ്ഥാന സമ്മേളന മച്ചന്മാർ ഇവിടുന്ന്. എൻ്റെ പൊന്നെ, എൻ്റെ കഥ ഒന്ന് കഴിയുമോ? ഇത്രയും പോലീസൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. അപ്പം മച്ചന്മാരെ നമ്മൾ ഭയങ്കര സ്പീഡിലായിട്ട് പോകണം. വയ്യോ വാതിൽ നൈസായിട്ട് തുറന്നുല്ലോ. അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് വീണ്ടും പോയി. അപ്പോൾ മച്ചന്മാരെ ഇവിടെ പോലീസില്ല. പോലീസ് പോയിന്ന് തോന്നുന്നു. ഫെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിച്ചിട്ടോ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഹായ് ചേച്ചി, അവിടെ കിടന്നോ? ബൈ. ഇങ്ങനെയൊക്കെ ഇടിക്കുമ്പോൾ എന്തൊരു മനസ്സുഖ. അത് ഭയങ്കര സുഖാട്ടോ മച്ചന്മാർ. ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റാത്തൊരു മനസ്സുഖമാണ്. നമുക്ക് ഈ കാറടിച്ച് പറ്റില്ല. ഈ നമ്മുടെ ഡിഫൻഡർ വാലൊക്കെ പൊട്ടിയിട്ട് നമ്മൾ കത്തിച്ചളഞ്ഞു. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ചേട്ടാ, എൻ്റെ ഡിഫൻഡറിൻ്റെ ഓർമ്മയ്ക്കായിട്ടേ ഞാനിത് എടുത്തോട്ടെ. ചേട്ടൻ ഇതെടുത്തോ. ആ കാറിൻ്റെ പേര് മറന്നു, എന്നാലും അതെടുത്തോ. നല്ല കാറത്. ഇറങ്ങിപ്പോ ചേട്ടാ പ്ലീസ്. മോനെ എനിക്ക് വയ്യാത്തതാടാ എൻ്റെ പൊന്നേ. അമ്മച്ചി ഞാൻ വീണു. അമ്മ എൻ്റെ ആരെങ്കിലും കാക്കണേ. ആ ചേട്ടനും വീണു. എൻ്റെ പൊന്നേ വെള്ളത്തിലും പോയി. ഈ കാറ് കൂടി ഒന്ന് മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോൾ അതും പറ്റില്ല. അയ്യോ, കാശ് നനയണ്ട, പെട്ടെന്ന് പുറത്തേക്ക് കയറാം, അല്ലെങ്കിൽ കാശ് നനയും. അപ്പോൾ മച്ചാന്മാരെ നമുക്കപ്പോൾ അകത്തേക്ക് കയറാട്ടോ മച്ചാന്മാരെ. സോറി, അതിൽ മെടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട, അവിടെ കൊണ്ടുപോയിട്ട് എടുത്ത് വയ്ക്കാം. ഇവിടെ നമ്മുടെ സ്ഥലം ഇവിടെ വയ്ക്കാം. ഇവിടെ കുറച്ച് വയ്ക്കാം. ഇവിടെ നമ്മളൊരു 50 കോടി വെച്ചിട്ടുണ്ട്. 50 ലക്ഷം വെച്ചിട്ടുണ്ട്. മുകളിൽ 1 കോടിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4.5 ലക്ഷം ഉണ്ട് നമ്മുടെ കയ്യിൽ. 4 കോടി ലക്ഷം. അപ്പോൾ മച്ചന്മാരെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊരു ശബ്ദം പോലെ. ഞാൻ പിന്നെ ഫ്രഷ് ആയി വന്നപ്പോൾ എന്തൊരു ശബ്ദം കേട്ടോ. അതുകൊണ്ട് പുറത്തേക്ക് വന്നതാ. എന്തോ പോലീസിൻ്റെ ആണോ ആംബുലൻസിൻ്റെ ആണോ എന്തോ ഒരു ശബ്ദം കേൾക്കണ്ട്. എന്താണാവോ? ഞാൻ ഫോൺ നോക്കട്ടെ, സമയം നോക്കട്ടെ. 9 ഈശോയെ ഇതാ എത്തി പോലീസ്. പെട്ട മച്ചന്മാരെ. ഈശോയെ, നമ്മൾ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതായിരുന്നു. ഇനി അത് പിടിക്കുക ഇവർ. എന്താ സാറേ കുഴപ്പം? എന്താ കുഴപ്പം? നിനക്കതൊന്നും അറിഞ്ഞൂടെ? നീ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. ബാങ്കിൽ നിന്ന് മോഷ്ടിക്കുക, അതെന്താ സംഭവം? എനിക്കറിയില്ല. അവിടെ കിടക്കറാ. അല്ല പിന്നെ ബാങ്ക് മോഷ്ടിക്കുന്ന കാര്യം പറഞ്ഞ് നിൽക്കുക. ഞാൻ മോഷ്ടിക്കും, അതെൻ്റെ ഇഷ്ടം. നിങ്ങൾക്ക് പറയാൻ ആറാ. അല്ല പിന്നെ നമ്മൾ പോലീസ് കൊണ്ടിട്ട് പടയ്ക്കും. നമ്മളിന്ന് ഈ രാത്രി ഉറക്കില്ലാണ്ട് പറപ്പിക്കും മച്ചന്മാരെ. എന്തായാലും ഈ വഴിയോടെ പോയി നോക്കാം. നമുക്ക് ലെഫ്റ്റ് എടുക്കണ്ട, നമുക്ക് നേരെ പോവാം. ഇതാ പോലീസ്. അവിടെയും പോലീസ്. മച്ചന്മാരെ നമ്മൾ പെട്ടു എന്നാ തോന്നുന്നേ. അല്ല, പെട്ടില്ലെന്ന് തോന്നുന്നു. ഇതെന്നാ ആക്സിലേറ്റർ വർക്കാവാത്ത? ചവിട്ടി. എൻ്റെ പിന്നെ വീണില്ല മലർന്നിട്ട്. ഈ ആക്സിലേറ്റർ എന്താ വർക്കാവാത്ത? സ്റ്റക്കായാ? പെട്ട മച്ചന്മാരെ വാതിലും തുറന്നുണ്ട്. ഇപ്പോൾ പിടിക്കുമോ ഈ പോലീസുകാർ? കുറച്ച് പോയി. പക്ഷെ ബാക്കിക്ക് പിന്നെയും പോണേ. കണ്ടാ, ഫ്രണ്ടിക്ക് പോകാൻ പറ്റില്ല മച്ചന്മാർ. നമ്മൾ പെട്ടു എന്ന് തോന്നണം. ബാക്കിക്കും ഇപ്പോൾ പോകണില്ല. സ്റ്റക്കായി മച്ചന്മാരെ. ഇപ്പോൾ എന്തായാലും നമുക്ക് പോലീസിന് പിടികൊടുക്കാം. വേറെ നിവൃത്തിയില്ല മച്ചന്മാരെ. പോലീസാറെ, ഞാൻ ജയിലിൽ കൊണ്ടുപോയിക്കോ. നമുക്ക് പോവാം ജയിലിക്ക്. ഭയം അവിടെ കയറ വണ്ടിയിലേ പോവാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ജയിലിൽ പെട്ടിരിക്കുന്നു മച്ചാന്മാരെ. യോ എന്തായാലും ഇനി ഇവിടെ എത്ര കാലം ജീവിക്കണം എന്ന് അറിയാം. അവിടെ മുന്നിൽ 2 പോലീസ് കൊടുക്കുന്നുണ്ട്. ചോദിക്കാം, സാറേ എന്നെ എപ്പോഴായി ജയിലിൽ നിന്ന് പുറത്താക്കാം? അത് ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 25 വർഷം എടുക്കും. എന്തോന്ന് ചെവിക്കാല്? 30 അല്ലെങ്കിൽ 25 വർഷം?
എന്താന്ന് പറയണേ 25 അല്ലെങ്കിൽ 30 വർഷ സാറേ. ഗായ്സ് മോഷ്ടിക്കണ്ടായിരുന്നു ഇപ്പോൾ തോന്നണേ. എന്തപ്പോൾ ചെയ്യ കുന്തം പോയ മച്ചന്മാരെ നമ്മൾ പെട്ടു. ഇനി പിന്നെ എപ്പോഴെങ്കിലും കാണാം യോഗ ഉണ്ടെങ്കിൽ.